ഗൈസ് ഇപ്പം ഇന്നലെ സെക്കൻഡ് ഷോ തൃശ്ശൂർ ഫൺ മൂവീസ് എന്നാണ് നമ്മൾ സാഹസ മൂവി കാണുന്നത്. പടം കാണണമെന്ന് ഫസ്റ്റ് ഡേ FTFs കാണണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു. കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ശനിയാഴ്ച മോർണിംഗ് നമ്മൾ ഏർലി മോർണിംഗ് കമ്പം തേനി വഴി മധുരയിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ മധുരക്ക് ഇറങ്ങി കൊടൈക്കനാൽ വന്നു. ഒടുക്കത്തെ പുളിമൂടടന്നു. ആ വഴിക്ക് നിങ്ങൾ കൊടൈക്കനാൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കുക. നല്ല റോഡാണ്, കുറച്ച് ഹൈ റേഞ്ച് ഉണ്ട്. രക്ഷയില്ലാത്ത മൂഡ്. ഏത് മൂഡ് അപ്പോൾ നിങ്ങൾ അവിടെ പോയി എൻജോയ് ചെയ്യുന്ന സമയത്ത് ഫുള്ളി മൂഡിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. ഏത് മൂഡ്, ഫുള്ളി മൂഡ്. ഈ പാട്ട് അത്ര വൈറലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബിബിൻ കൃഷ്ണൻ സംവിധാനം ചെയ്ത സാഹസം എന്ന മൂവിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പടം സാഹസം എന്നൊരു പടം പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, ഒരു വൺ ടൈം നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പൊളി മൂഡ് സാധനം. ലോജിക്ക് നോക്കരുത്, പടത്തിൻ്റെ കഥ നോക്കരുത്, ഇതിൻ്റെ ഡയറക്ഷനിലുള്ള പോരായ്മകൾ നോക്കരുത്. കുറേ സംഭവമുണ്ട്. പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഫീൽഡ് ഔട്ടായ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് കുറേ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സുമതി വളവിലൊക്കെ നമ്മൾ മക്കൾ മാഹാത്മ്യാണ് ഇവിടെ കണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കുറേ ആൾക്കാരൊക്കെ തിരിച്ചു കൊണ്ടുവരും. കഴിവുള്ള നടന്മാർ ഫീൽഡ് ഔട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നത്. പടം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബിബിൻ അശോകിൻ്റെ മ്യൂസിക്, ആൽബി ആൻ്റണിയുടെ സിനിമാറ്റോഗ്രാഫ്, ഫുൾ കളർഫുൾ മ്യൂസിക്, ഇതും കൂടിയിട്ട് കളർഫുൾ പരിപാടി, പൊളി വൈബ്, മൂഡ് സാധനം പിടിച്ചേക്കാണ്. ഞാൻ പറഞ്ഞു, ലോജിക്ക് നോക്കരുത്, പടത്തിൻ്റെ കഥ നോക്കരുത്. നമ്മളൊക്കെ പണ്ട് പ്രിയദർശന പടങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. മഴ പെയ്യുന്നു, മതളം കൊട്ടുന്നു, നാടോടിക്കാറ്റ്, വെട്ടം, ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്ന 1-2 പടങ്ങളും ഉണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലെ ക്യാരക്ടേഴ്സൊക്കെ ഒരുമിച്ച് ലാസ്റ്റ് ഒത്തുകൂടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ല. അങ്ങനെയൊക്കെ രസമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു 10-15 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം കുറച്ച് ലാഗിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇൻ്റർവെൽ വരെ കുറേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടിയിട്ട് പ്രണയ സംബന്ധമായ 2 കാര്യങ്ങളും, പിന്നെ ഇപ്പോൾ മുംബൈയിൽ നിന്നൊരു ടീം ഇങ്ങോട്ട് എത്തുന്നൊക്കെയാണ് പടത്തിൻ്റെ ഇത് വരുന്നത്, ഉള്ളടക്കം വരുന്നത്. അവർ തമ്മിൽ ഉണ്ടാകുന്ന കുറച്ച് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പടം ഡെവലപ്പ് ചെയ്യുന്നത്. കാസ്റ്റിംഗ് അങ്ങോട്ട് തകർത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ നരൻ. എനിക്ക് പേഴ്സണലി നരൻ്റെ പെർഫോമൻസ് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നരൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഒരു പോലീസ് ഓഫീസർ, നമ്മൾ ശിക്കാരി ശംഭു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, അതുപോലത്തെ ഒരു പോലീസ് ഓഫീസർ. ആൾ കുറേ വൈഫിന് ഡൗട്ടാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ചിരിപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരു ക്യാരക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ചിരിച്ചു. നരൻ്റെ കൗണ്ടറുകൾക്ക് ഞാൻ കുറേ ചിരിച്ചു. ബാമ്പാനണി എല്ലാ പടങ്ങളിലും പോലെ ആൾ നന്നായി ചെയ്തു പോയിട്ടുണ്ട്. റംസാൻ ഈ പടത്തിൽ നായകനായിട്ട് വരുന്നത് നല്ല കഴിവുള്ള നടനാണ്. ഇനി അവസരങ്ങൾ കിട്ടട്ടെ. ഇതിലാൾ മോശമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഗൗരി ആയാലും നല്ല രീതിയിൽ നല്ല പെർഫോമൻസുകൾ നടന്നു. പിന്നെ ഇവർ തമ്മിലുള്ള കുറേ കോമ്പിനേഷൻ സീനുകളൊക്കെ നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഇതിൽ BGM ചെയ്താൽ ബിബിൻ അശോക്. അതിൻ്റെ ഇതിൽ കുറേ ഇവർ വരുന്ന സീനുകളിലൊരു ഒരു പാട്ട് BGM കടന്നു പോകുന്നുണ്ട്. അതൊക്കെ നൈസായിട്ട് എനിക്ക് തോന്നി. അതുപോലെ ശബരീഷ് ഒരു കോഴിയുടെ ക്യാരക്ടറായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. നൈസാണ്. ആൾ പ്രേമത്തിന് ശേഷം കുറച്ച് ചിരിപ്പിച്ചൊരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അജു വന്നിട്ടുണ്ട് ഗസ്റ്റ് റോളിൽ, ജിയോ വരുന്നുണ്ട്. അതുപോലെ എല്ലാവരും ഒരു മോശമില്ലാത്തൊരു പെർഫോമൻസാണ് ഇതിൽ ചെയ്ത് വെച്ചില്ല. വർഷ രമേശ്, പിന്നെ വില്ലൻ കിഡുവാണ് വില്ലൻ. അത് ആൾ കുറേ പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൾ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിപിൻ കൃഷ്ണയുടെ 2ാമത്തെ മൂവിയാണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ ഞാൻ ട്രെയിലർ റിയാക്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒരു മാർക്കറ്റ് ചെയ്ത പടമാണ്. അപ്പോൾ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഈ പടത്തിലുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞ പോലെ ഒരു വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി. ഇതിൽ കുറേ ഞാൻ പറഞ്ഞ പോലെ കുറേ നെഗറ്റീവ്സ് ഉണ്ട്. പിന്നെ ലോജിക്ക് ഒക്കെ നോക്കിയിട്ടൊന്നും ഈ പടത്തിന് പോയി ഒന്നും നടക്കില്ല. പ്രത്യേകിച്ച് ബൈജു ഒരു ടീമുണ്ട്, ഭഗത്തിൻ്റെ പേര് പറഞ്ഞു, ഭഗത് കിഡു, കുടിയൻ്റെ റോളാണ്. അതുപോലെ നമ്മൾ മറ്റേ ആലപ്പുഴ ജിംഖാനിലുള്ള പയ്യൻ, അവൻ്റെ പേര് എനിക്കറിയില്ല, അവൻ കിഡുവാണ്. ഇവർ 3 ആളുള്ള സീനുകളുണ്ട്, കുറേ കോമഡികളുണ്ട്. അങ്ങനെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഒരാളുടെ പേര് വിട്ടുപോയല്ലോ, എന്നാൽ മാവേലിയായിട്ട് വരുന്നത്, പേര് തന്നെ നാവിൻ്റെ തുമ്പത്തിൻ്റെ വരുന്നില്ല. ആളൊക്കെ നല്ല പെർഫോമൻസാണ്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഈ പടം ഒരു കുറേ കാസ്റ്റിംഗ് കൊണ്ടുവന്നിട്ട് ഒരു കാരിക്കൾച്ചർ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു മൂഡിൽ കാണാതിരിക്കുന്ന, ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു ചെറിയ സിനിമ, ഒരു ഓണത്തിനൊക്കെ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയൊരു മൂവി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. എനിക്ക് പേഴ്സണലി ഒരു വൺ ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു. എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ അങ്ങനെ പോയി. ഞാൻ പറഞ്ഞു, ഇതിലൊന്നും വേറെ ഒന്നും നോക്കല്ല, ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂഡ്. നമ്മൾ ഓരോ പടം ഓരോ ജോണറാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ ജോണർ ഇതാണ്. ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
എന്തായാലും ഫുള്ളായി ഓണായിട്ട് കാണേണ്ട ഒരു പടം എന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് ഒരു ടൂർ പോയി വന്നിട്ടാണ് പടത്തിന് കയറിയത്. അപ്പോൾ അതിൻ്റെ ഒരു മൂഡും നിങ്ങൾ ടൂറിൻ്റെ സമയത്ത് ഫുള്ള് പാടിയിരുന്ന പാട്ട് ഇതായിരുന്നു. അപ്പോൾ എനിവേ ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇനിയും നല്ല പടങ്ങൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ.